ഹലോ എവ്രി വൺ. ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് ഞാൻ റൈസും ഉണ്ടാക്കുന്നുണ്ട്, മസാലയും ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വരൂ നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. കോളിഫ്ലവറൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ആ ചൂടുവെള്ളത്തിൽ മഞ്ഞളും ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബസ്മതി റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കോളിഫ്ലവർ ഇതാ ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, സോൾട്ട് ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഇപ്പോൾ ഇതാ കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാം. അത് നല്ല ടേസ്റ്റിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കോളിഫ്ലവർ ഇതാ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു, അതിനെ മാറ്റാം. ഇനിയിപ്പോൾ അതേ എണ്ണയിൽ തന്നെയാണ് ബാക്കി ചെയ്യാൻ പോകുന്നത്. കുറച്ചും കൂടെ എണ്ണ ചേർത്തിട്ട് ഒരു 5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്താണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു പച്ചമുളകും ഒരു സവാള സ്ലൈസ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാളയ്ക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ അതപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടൊമാറ്റോ മതി, എന്ന് വെച്ചാൽ അധികം പുളി ആവശ്യമില്ല. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ്. ഇനിയിപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്ന ശേഷം പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കോളിഫ്ലവറിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് അങ്ങോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ അതാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറും ചേർത്തിട്ട് നമുക്ക് ഈ മസാലയിലൊന്ന് ഇളക്കിയെടുക്കാം. എളുപ്പത്തിലാവുന്നുണ്ട്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പ്രഷർ കുക്ക് ചെയ്ത ഗ്രീൻ പീസ്. അപ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ ഒന്നിങ്ങനെ കടിക്കാനായിട്ട് കിട്ടും ഇടയിൽ. അപ്പം നിർബന്ധവുമില്ല, അത് ഓപ്ഷണലാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ആഡ് ചെയ്തതാണ്. ഇപ്പം എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ചോറ് ബസ്മതി റൈസ് ഓൾറെഡി ഇതാ വേവിച്ച് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി റൈസ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോളിഫ്ലവർ റൈസ് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ മല്ലിയില നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പീസ് ജിഞ്ചർ എടുത്തു, ഒരു 12 ചെറിയ ഉള്ളി എടുത്തു, ഒരു 5 വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം അരച്ച് പേസ്റ്റാക്കി കുറച്ച് ഉപ്പും ആഡ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പൊട്ടാറ്റോ 2 എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ കുറച്ച് മാറ്റി വെച്ചിരുന്നു. സോ കോളിഫ്ലവറും പൊട്ടാറ്റോയും കൂടിയിട്ട് മിക്സ് ചെയ്യുകയാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് പേസ്റ്റുമായിട്ട്. ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ പറഞ്ഞിരുന്നില്ല. ഉപ്പും ആഡ് ചെയ്ത് അങ്ങ് മാറ്റി വയ്ക്കാം. എണ്ണ ചൂടാക്കാൻ നമുക്ക്. എന്നിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മസാല ആണ്. ഇപ്പോൾ ഇതാ മാറ്റി വെച്ചു. ഇനി അതേ എണ്ണയിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച ശേഷം ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക്, കരിവേപ്പില ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയ്ക്ക് ആ ചീഞ്ചട്ടിയിലും ഉണ്ട്. അപ്പോൾ മസാലയ്ക്ക് സവാളയിലും ആയിക്കോളും. പാകത്തിന് ഉപ്പും ആഡ് ചെയ്യുക. അപ്പോൾ വേഗം വഴന്നും കിട്ടിക്കോളും. ഇപ്പോൾ സവാളയ്ക്ക് ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടേമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വരണം. നമ്മുടെ തക്കാളിക്ക് സോഫ്റ്റായിട്ട് അങ്ങോട്ട് മസാലയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറും പൊട്ടാറ്റോയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് ഒരു 5 മിനിറ്റ്സ് ഒന്ന് മസാലയിൽ ഇങ്ങനെ വെന്ത് വരട്ടെ.
കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത് ശരിക്കും നല്ല ടേസ്റ്റിയാണ്, ചപ്പാത്തിക്കും പറ്റിയ ഒരു കറി തന്നെയാണ്. ഞാൻ കോളിഫ്ലവർ റൈസിനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കോളിഫ്ലവർ റൈസും കോളിഫ്ലവറും പൊട്ടേറ്റോവും കൂടിയിട്ടുള്ള മസാലയാണ് ഇന്ന് ഉച്ചയൂണിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.